യഥാർത്ഥ മുസ്ലിമീങ്ങളെ നയിക്കുന്നത് ഖുർആനിലെ ചില ആശയങ്ങളാണ്. അതിലൊന്ന് പരിശുദ്ധ ഖുർആനിലെ 5-ാം അധ്യായം 32-ാമത്തെ ആയത്താണ്. പല ചാനലുകളിലെയും കാര്യബോധമുള്ള റിപ്പോർട്ടർമാർ ഈ വചനം ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി വ്യക്തമാക്കുന്നത് അന്നഹു മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദി ഫകഅന്നമാ ഖതല അന്നാസ ജമീഅ. ആരെങ്കിലും ഒരു മനുഷ്യനെ അന്യായമായി കൊന്നാൽ, ഒരാളെ കൊന്നതിൻ്റെ പേരിൽ പ്രതിക്രിയ എന്നുള്ള നിലക്കോ അല്ലെങ്കിൽ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയതിൻ്റെ പേരിലോ അല്ലാതെ ആരെങ്കിലും അന്യായമായി മറ്റൊരു മനുഷ്യനെ കൊന്നാൽ അവൻ മുഴുവൻ മനുഷ്യരെയും കൊന്നതുപോലെയാണ് എന്നാണ്. ഫകഅന്നമാ ഖതല അന്നാസ ജമീഅ. ഇവിടെ ഒരു മനുഷ്യനെ കൊന്നതിൻ്റെ പേരിൽ മറ്റൊരാൾക്കെതിരിൽ വധശിക്ഷ നടപ്പിലാക്കേണ്ടത് പോലും ഇസ്ലാമിക ഭരണകൂടങ്ങളാണ്, അല്ലെങ്കിൽ ഏതൊരു രാജ്യത്തിലെയും ഭരണകൂടങ്ങളാണ്. ഇങ്ങനെ ഭരണകൂടം കൊലപാതകിയായ ഒരാൾക്ക് വധശിക്ഷ നൽകുക, അല്ലെങ്കിൽ ഭൂമിയിൽ മുഴുവൻ കുഴപ്പമുണ്ടാക്കി നടക്കുന്ന ഒരു കുഴപ്പക്കാരനെ ഭരണകൂടം പിടികൂടുക, ഇതല്ലാതെ വ്യക്തികളോ ഗ്രൂപ്പുകളോ സംഘടനകളോ ഒന്നും തന്നെ ഒരു മനുഷ്യനെ കൊല്ലാൻ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ള കൊലപാതകങ്ങൾ അന്യായമായ കൊലപാതകങ്ങളാണ്. ആരെങ്കിലും അങ്ങനെ ചെയ്താൽ മുഴുവൻ മനുഷ്യരെയും കൊന്നതുപോലെയാണ് എന്നാണ്. ഒരാളെ കൊന്നാൽ പോലും മുഴുവൻ മനുഷ്യരെയും കൊന്നതുപോലെയാണ്. കാരണം അയാൾ മാനവികതയുടെ എതിരാളിയാണ്, മാനവികതക്കെതിരെ പോരാടുന്ന പോരാളിയാണ്. അതുകൊണ്ട് തന്നെ അന്യായമായി മനുഷ്യരെ കൊല്ലുക, നിരപരാധികളായ ആളുകളെ കൊല്ലുന്നവർ സകല മനുഷ്യരെയും കൊല്ലുന്നവരെ പോലെയാണ്. അതേപോലെ വമൻ അഹ്യാഹ ഫകഅന്നമാ അഹ്യന്നാസ ജമീഅ. ഒരു മനുഷ്യ ജീവനെ സംരക്ഷിച്ചാൽ മുഴുവൻ മനുഷ്യരെയും സംരക്ഷിച്ചതുപോലെയാണ്. കാരണം മാനവികതയുടെ സംരക്ഷകനാണവൻ. മതം നോക്കാതെ, ജാതി നോക്കാതെ, നാട് നോക്കാതെ, ഭാഷ നോക്കാതെ മനുഷ്യൻ എന്ന പ്രയോഗമാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പെഹൽഗാമിൽ മുസ്ലിമീങ്ങളല്ലാത്ത ആളുകളെ തെരഞ്ഞുപിടിച്ച് കൊന്ന ആളുകൾക്ക് ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഒരു ഖുർആനിക വചനവും അവരെ നയിക്കുന്നില്ല. അതേ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകളെ രക്ഷപ്പെടുത്തിയതും മുസ്ലിമീങ്ങൾ തന്നെയാണ്. വാർത്തകളിൽ നമ്മൾ കണ്ടു. അതിൻ്റെ പേരിൽ മരണപ്പെട്ട ആളുകൾ വരെയുണ്ട്. അക്രമികളെ തടയാൻ വേണ്ടി ശ്രമിച്ചു, കൊല്ലപ്പെട്ടു. പരിക്കേറ്റവരെ ആശുപത്രികളിൽ എത്തിക്കുവാൻ വേണ്ടി മത്സരിച്ചത് അവിടെയുള്ള മുസ്ലിമീങ്ങളാണ്. കാലങ്ങളായി അവിടെ ടൂറിസ്റ്റുകളെ സ്വീകരിക്കുന്നതും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതും മുസ്ലിമീങ്ങളാണ്. കലിമ ചൊല്ലാത്തവനെയൊക്കെ കൊല്ലുക എന്നൊരു നിലപാട് അവിടുത്തെ മുസ്ലിമീങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ അത് യഥേഷ്ടം നടക്കേണ്ട ഒരു കാര്യമല്ലേ പ്രിയപ്പെട്ടവരെ? ചിന്തിക്കുക.